മദ്യനയ അഴിമതി കേസിൽ അധിക കുറ്റപത്രം ഉടൻ. അരവിന്ദ് കെജ്രിവാൾ, കെ കവിത അടക്കമുള്ളവർ അധിക കുറ്റപത്രത്തിൽ പ്രതികളാകും. കമ്പനിയായി പരിഗണിച്ച് ആം ആദ്മി പാർട്ടിയെ കേസിൽ പ്രതി ചേർത്തേക്കും. അടുത്ത മാസത്തിന് മുൻപ് കുറ്റപത്രം നൽകാനാണ് നീക്കം. ജയിലിൽ ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ വിചാരണ കോടതി ഇന്ന് വിധി പറയും. ശരത് കെ ശശി നൽകും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശരത് കെ ശശി, ഗുഡ് മോർണിംഗ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കെജ്രിവാളിന്റെ ജയിൽവാസവും അതിനിടയിൽ ഉണ്ടാകുന്ന നീക്കങ്ങളുമൊക്കെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചാ വിഷയമാണ്. തെരഞ്ഞെടുപ്പിലെ ദില്ലിയിലേക്ക് എത്തുന്ന ഘട്ടം വരെ കെജ്രിവാളിനെ ജയിലിലിടാനാണ് നീക്കമെന്നുള്ള ആരോപണങ്ങളും ഉയരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോഴത്തെ നീക്കങ്ങൾ അതിൽ അപ്രൂവറായി ഛദയെ കൊണ്ടുവരുന്നതടക്കമുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയല്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ വിഷയത്തിൽ? ശരത്. സുജയ, ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ.ഡി. രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ 6 കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അധിക കുറ്റപത്രങ്ങളടക്കം 6 കുറ്റപത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ തന്നെ BRS നേതാവ് കെ കവിത എന്നിവർ കൂടി അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ഒരു അധിക കുറ്റപത്രം കൂടി സമർപ്പിക്കാനാണ് ഇ.ഡി. ഒരുങ്ങുന്നത്. മെയ് 15-ാം തീയതിക്കകം അരവിന്ദ് കെജ്രിവാൾ, കെ കവിത എന്നിവരെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള അധിക കുറ്റപത്രം സമർപ്പിക്കും എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഇ.ഡി. വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കുറ്റപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഭാഗം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ്. സാധാരണ ഒരു വ്യക്തിയെ പ്രതി ചേർക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ PMLA നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് ഈ കുറ്റപത്രത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ 70-ാം വകുപ്പ് പ്രകാരമാണ് ആം ആദ്മി പാർട്ടിയെ ഒരു കമ്പനിയായി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഇ.ഡി. അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ കമ്പനിയായി പരിഗണിച്ചുകൊണ്ട് കുറ്റപത്രത്തിൽ പേര് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമപരമായ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച നിയമപരിശോധനയൊക്കെ തന്നെ നടക്കുകയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കുന്നതിൽ തെറ്റില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടിയെ കൂടി പ്രതി ചേർക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഇ.ഡി. വ്യക്തമാക്കുന്നു. അങ്ങനെ പ്രതിപ്പട്ടികയിലേക്ക് ആം ആദ്മി പാർട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വേണ്ടി പറ്റും. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോകാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഏതായാലും അങ്ങനെ ഒരു നീക്കം എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള ആലോചനകൾ മറുവശത്ത് ആം ആദ്മി പാർട്ടിയും സജീവമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം തിഹാർ ജയിലിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം നൽകിയ അപേക്ഷയുടെ കാര്യത്തിൽ വിചാരണ കോടതിയുടെ തീരുമാനവും വരാൻ വേണ്ടി പോവുകയാണ്. ജയിലിൽ ഇൻസുലിൻ ഉറപ്പാക്കണം, അതുപോലെ തന്നെ സ്ഥിരം ഡോക്ടറെ 15 മിനിറ്റ് വീഡിയോ കോൺഫറൻസിലൂടെ എല്ലാ ദിവസവും കണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യാൻ അവസരമൊരുക്കണം എന്നതുമാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെടുന്നത്. ഈ അപേക്ഷയിലാണ് ഇന്ന് വിചാരണ കോടതി ഉത്തരവ് പറയാൻ പോകുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. ഭക്ഷണക്രമം പോലും തെറ്റിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ബോധപൂർവം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരം ജാമ്യം നേടുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. ഈ പ്രമേഹത്തിന്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ബോധപൂർവം മധുരപലഹാരങ്ങളും മാങ്ങയും ഒക്കെ കഴിക്കുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ കോടതി അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇ.ഡിയുടെ മാമ്പഴവാദം അത് എത്രത്തോളം കോടതി കണക്കിലെടുക്കും എന്നുള്ളതും ആകാംക്ഷയോടെ നമ്മൾ നോക്കി നിൽക്കുകയാണ്.